ബിഗ് ബോസ് താരം അഖിൽ മാരാർക്കെതിരെ കേസെടുത്ത് പോലീസ്. സോഷ്യൽ മീഡിയ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാതിയിലാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തത്. BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽ മാരാർ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വീഡിയോയിലെ ഉള്ളടക്കം രാജ്യവിരുദ്ധമെന്നായിരുന്നു പരാതി. യുദ്ധം അവസാനിപ്പിക്കണം എന്നതിൽ യാതൊരു തർക്കവും വേണ്ട, എന്നാൽ അത് അമേരിക്കയ്ക്ക് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടായിരിക്കരുത്. അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് കുറിച്ചത്. യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല. ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാനം കേട്ട് ജീവിക്കുന്ന ഭരണാധികാരികളാണ് ഉള്ളത്. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ തന്നെയൊക്കെ തീർത്തുകൊള്ളും. ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണമെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്ന പോസ്റ്റിൽ പറയുന്നു. അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട, എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത്. എന്തുകൊണ്ടും പവർഫുൾ തീരുമാനമെടുക്കാൻ മോദിയേക്കാൾ മികച്ചത് ഇന്ദിരാഗാന്ധി തന്നെയാണെന്നും എന്നതിന് 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഞാൻ ചെയ്യും. 1971 അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അമേരിക്കൻ നാവികസേന ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞ ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് ഒരു സന്ദേശം അയച്ചു: നിങ്ങളുടെ നാവികപടയെ സ്വീകരിക്കാൻ ഞങ്ങൾ അറബിക്കടലിൽ ഉണ്ടാകും, സ്വാഗതം. ഇങ്ങനെയായിരുന്നു അത്. ഒരുത്തൻ നമ്മളെ നിരന്തരം കയറി അടിക്കുമ്പോഴല്ല നമ്മൾ പവർഫുൾ ആവുന്നത്, അടിക്കണമെന്ന ചിന്ത വരുമ്പോഴാണ്. വേണ്ട എന്ന് അവന്റെ മനസ്സ് പറയണം. പാകിസ്ഥാൻ നമ്മുടെ സൈനികരെ കൊന്നു, നമ്മുടെ സിവിലിയൻസിനെ കൊന്നു. നമ്മൾ ആദ്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അവർ പേടിച്ചില്ല. അവൻ നമ്മുടെ മണ്ണിൽ കയറി ഒന്നും അറിയാത്ത പാവങ്ങളെ മതം ചോദിച്ചു കൊന്നു. നമ്മൾ മാന്യത കാണിച്ച് ഭീകരരുടെ താവളം നോക്കി അടിച്ചു. അവർ പേടിച്ചോ? ഇല്ല. അവൻ വീണ്ടും നമ്മുടെ 15 സാധാരണക്കാരെ കൊന്നു. നമ്മളൊരു പൂടയും ചെയ്തില്ല. അവൻ വീണ്ടും നമ്മളെ അടിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ജവാനും ഉന്നത ഉദ്യോഗസ്ഥരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരണപ്പെട്ടു. എന്നിട്ടും നമ്മൾ വല്ലതും ചെയ്തോ? അതിർത്തിയിൽ സമാധാനത്തോടെ ജീവിച്ച പാവങ്ങൾക്ക് അവരുടെ വീടുകൾ ഒക്കെ നഷ്ടപ്പെട്ടു. IPL ഉൾപ്പെടെ നമ്മൾ നിർത്തിവെച്ചു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു മധ്യസ്ഥത ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ നിർത്തിയാൽ ഞങ്ങളും നിർത്തിയെന്ന് യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ സായിപ്പിന്റെ ഓശാനം കേട്ട് ജീവിക്കുന്ന ഭരണാധികാരികളാണ് ഉള്ളത്. മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്തു കളയും. ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇനിയൊരുത്തനും ഇവിടെ 55 നെഞ്ചളവിന്റെ പേരിൽ ഊറ്റം കൊള്ളരുത്. അമേരിക്കയല്ല, ലോകം മുഴുവൻ എതിർത്താലും ബംഗ്ലാദേശ് മോചിപ്പിക്കും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ പെണ്ണൊരുത്തി ഭരിച്ച നാടാണ് സാറേ ഇന്ത്യ എന്ന രാജ്യത്തെ ഏതൊരു കോൺഗ്രസ്സുകാരനും അല്ല, ദേശസ്നേഹമുള്ള ഏതൊരു ഭാരതീയനും അഭിമാനത്തോടെ പറയാം. അതേസമയം BJP തനിക്കെതിരെ നൽകിയ കേസിന് പിന്നിൽ കൊട്ടാരക്കരയിലെ മത്സരിക്കാൻ താല്പര്യമുള്ള ചില ബിസിനസ്സുകാർക്ക് വേണ്ടിയാണെന്നും പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിരിക്കുന്നതെന്നും അഖിൽ മാരാർ പറഞ്ഞു. അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വായിക്കാം. ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു. സദാസമയവും മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയത്. ഈ നിമിഷം വരെ ഇന്ത്യൻ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയ രാജ്യത്തിന്റെ അഭിമാന ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. പകരം 3ാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞ് പോകുകയാണ് ചെയ്തത്. ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന് വാർത്ത കൊടുക്കും പോലെ അമേരിക്കയും ട്രംപും ഇടപെട്ടില്ല എന്ന മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും. ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ? എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത്? ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരോ ലോകത്തുള്ള മറ്റുള്ളവർ ആരും തന്നെ ചോദിക്കുന്നില്ലേ? പ്രധാനമന്ത്രിക്ക് ഇതൊന്നും അറിയിക്കാനുള്ള ബാധ്യതയില്ലേ? അതുകൊണ്ട് തന്നെ അഭിമാനകരമായ നേട്ടമെന്ന BJP പ്രചാരണത്തോട് യോജിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ജനം ടിവിയുടെ അനിൽ നമ്പ്യാർ പരിഹാസ രൂപേണ എഴുതിയ കുറിപ്പിന് നൽകിയ മറുപടിയായി ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന് ഫീഡ് സ്റ്റോറി ആയത് കൊണ്ട് ഡിലീറ്റ് ആയത് സ്റ്റോറി ആയിരുന്നു. പിറ്റേ ദിവസവും പ്രൊഫൈലിൽ ഈ വീഡിയോ കിടന്നപ്പോൾ ഞാനത് ഒഴിവാക്കി. ഇന്നലെ വരെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തും, പോക് തിരിച്ചു പിടിക്കും എന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടന്ന BJPക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്ക് കേട്ട് തീരുമാനമെടുത്ത മോദിയുടെ നിലപാട്. പോക് തിരിച്ചു പിടിക്കും എന്ന മുൻ നിലപാടിൽ നിന്നും BJP പിന്നോട്ട് പോയോ എന്ന സംശയവും എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ പവർഫുൾ ആയിരുന്നു എന്ന എൻ്റെ വാക്കുകൾ ശരിയാണ്. അതവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുമുണ്ട്. ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യത്തിലും കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താല്പര്യം സംരക്ഷിക്കാനും എന്നിലൂടെ 4 പേർക്കിടയിലും അറിയാൻ വേണ്ടിയും BJP എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഏത് വിധേയനും എന്നെ കൊടുക്കാൻ ഒരവസരം നോക്കിയിരുന്ന പോലീസിന് കിട്ടിയത്. ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അതിന് മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള വിഷമമാവാം. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യം ആക്കാൻ എന്ന ബലൂചിസ്ഥാനുകളുടെ മോഹം പാഴായി പോയല്ലോ എന്ന കാര്യം, ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച അവർക്ക് പണി കിട്ടിയോ എന്ന സർക്കാർ രൂപേണയുള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്ക് പിഴയാണ്. അത് മറ്റൊരു അർത്ഥവുമില്ല എന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. രണ്ടായാലും ഇന്ത്യയിൽ ദേശസ്നേഹം എന്നത് മോദി RSS സ്നേഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് എനിക്കെതിരെ ഉള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിക്കുന്നുണ്ട്. ജാമ്യം കിട്ടിക്കഴിഞ്ഞ് സംസാരിക്കാനും വിമർശിക്കാനും അവകാശം ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ 1000 കേസ് എനിക്കെതിരെ കൊടുക്കാൻ കാത്തിരുന്നോ?